നമസ്കാരം. ഏതാനും ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഒന്നും തന്നെ പ്രതീക്ഷയോ ആഹ്ലാദമോ ഒന്നും നൽകുന്ന കാര്യമായിട്ടൊന്നും തന്നെ ഇല്ലെന്നുള്ളതാണ് വാസ്തവം. കൊലപാതക പരമ്പരകൾ, ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന അതിക്രമങ്ങൾ, ബാല്യവും കൌമാരവും യൗവനവുമൊക്കെ വഴിതെറ്റിപ്പോകുന്നതിന്റെ ഭീകരമായ കഥകൾ. പക്ഷെ ഇതിനിടയ്ക്ക് എന്നെ വല്ലാതെ ഉലച്ച ഒരു സംഭവം കോട്ടയത്തിനടുത്ത് ഏറ്റുമാനൂരിൽ റെയിൽവേ ട്രാക്കിൽ 2 മക്കളുമായി ചെന്ന് നിന്ന് ആത്മഹത്യ ചെയ്ത അമ്മയുടെ കഥയാണ്. അവര് നഴ്സിംഗ് ബിരുദധാരിണിയായിരുന്നിട്ടും ജോലി കിട്ടിയില്ല. ജോലി തണ്ടി പലയിടത്തും അലഞ്ഞിട്ട് നിരാശയായിരുന്നു ഫലം. സംരക്ഷിക്കേണ്ടുന്ന ഭർത്താവിൽ നിന്ന് സ്നേഹത്തിനു പകരം ഉപദ്രവമാണ് നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നത്. കുട്ടികൾക്കും തനിക്കും ചിലവിന് തരാനുള്ള അപേക്ഷ കൂടി അയാൾ നിഷ്കരണം തള്ളിയപ്പോൾ ഒരുപക്ഷെ അവരുടെ മുമ്പിൽ മറ്റൊരു വഴിയുമില്ല എന്ന് തോന്നിയിട്ടുണ്ടാവും. എങ്കിലും ജീവിതത്തിന്റെ സുപ്രഭാതത്തിൽ നിൽക്കുന്ന 2 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് അവര് ട്രെയിനിന് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്നത് ഹൃദയഭേദകമായ വാർത്തയാണ്. നമ്മുടെ സമീപത്തും ഇങ്ങനെ നിരാശയിൽപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നവരുണ്ടാകാം. പരമാവധി അവരിലേക്ക് എത്താൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഒരുപക്ഷെ അവർക്ക് വലിയ ജോലി കണ്ടുപിടിച്ചു കൊടുക്കാനോ സാമ്പത്തികമായി അവരെ സ്ഥിരമായി സപ്പോർട്ട് ചെയ്യാനോ സാധിച്ചില്ലെന്ന് വരാം. പക്ഷെ നമ്മളാലാവത് ഒരു ചെറിയ കൈത്താങ്ങ് കൊടുത്താൽ ജീവിതത്തിലേക്ക് അവർ തിരിച്ചു വരുമെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം. ഞാൻ ആലോചിച്ചിരുന്നു, ആ സ്ത്രീ എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് തുച്ഛമായ കാര്യങ്ങളായിരിക്കും. പക്ഷെ എങ്കിലും ആ അമ്മയും കുഞ്ഞുങ്ങളും ജീവൻ അവസാനിപ്പിക്കാതെ പിടിച്ചു നിർത്താൻ എനിക്ക് ശ്രമിക്കാമായിരുന്നു എന്ന ചിന്ത എന്നെ അലട്ടുന്നു. നമ്മളാരും അറിയുന്നില്ലല്ലോ നമ്മുടെ ചുറ്റുമുള്ള ഇങ്ങനെ നീറുന്ന അഗ്നിപർവ്വതങ്ങളുമായി ജീവിക്കുന്ന വ്യക്തികളെക്കുറിച്ച്. അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ അടുത്ത് സഹായാഭ്യർത്ഥനയുമായി എത്തിയാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്ത് അവരെ ജീവിതത്തോട് ചേർത്ത് പിടിച്ചു നിർത്തുക. ജീവിതമാണ് ഏറ്റവും വലിയ സൌഭാഗ്യമെന്ന് നമുക്കറിയാം. ദ ബിഗസ്റ്റ് ലക്ഷറി ഈസ് ലൈഫ് ഇറ്റ്സെൽഫ്. അത് ഏതു തരത്തിലും മുൻപോട്ട് കൊണ്ടുപോകാനുള്ള സഹായം ചെയ്യാൻ നമുക്ക് ഈശ്വരൻ അവസരം തരട്ടെ എന്ന പ്രാർത്ഥനയാണ് അന്തർദേശീയ വനിതാ ദിനമായ മാർച്ച് 8 തലേന്ന് വൈകുന്നേരം എനിക്ക് എല്ലാവരോടും പങ്കുവയ്ക്കാനുള്ളത്. ഫോർ ഓൾ വിമൻ ആൻഡ് ഗേൾസ്, റൈറ്റ്സ്, ഇക്വാളിറ്റി ആൻഡ് എംപവർമെന്റ് എന്ന സന്ദേശവുമായി നാളെ മറ്റൊരു അന്തർദേശീയ വനിതാ ദിനം എത്തുമ്പോൾ ജീവിക്കാനുള്ള റൈറ്റ്, ജീവിക്കാനുള്ള അവകാശം അവർക്കുണ്ടാകട്ടെ, എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഫോർ ഓൾ വിമൻ, ഫോർ ഓൾ ഗേൾസ്, ഫോർ ഓൾ മെൻ, ഫോർ ഓൾ ബോയ്സ്, എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം. നന്ദി.